ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ വിത്ത് യു. ഇന്നത്തെ കാലത്ത് പൊതുവായി പലരെയും ബാധിക്കുന്ന രോഗാവസ്ഥകൾ പലതുമുണ്ട്. ഇതിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ്. വിറ്റമിൻ ഡിയുടെ കുറവ് ഇന്നത്തെ തലമുറയിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മാത്രമല്ല, വിറ്റമിൻ ഡിയുടെ കുറവ് കുട്ടികളിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പുതിയ കണ്ടെത്തലുകൾ പറയുന്നുണ്ട്. കുട്ടികളിലെ വിറ്റമിൻ ഡിയുടെ കുറവ് നിസാരമാക്കി കളയരുത് എന്ന് പറയാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായിട്ട് കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് എല്ലിന്റെ വളർച്ചയാണ്. കുട്ടികളുടെ വളർച്ച മുരടിപ്പിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഡിയുടെ കുറവ് എന്ന് വേണം പറയാൻ. കാരണം എല്ല് വളർച്ചയാണ് കുട്ടികളുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടത്. കാൽസ്യം എല്ലിന്റെ വളർച്ചയ്ക്ക് ഏറെ അത്യാവശ്യമാണ്. എന്നാൽ കാൽസ്യം എത്ര തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തിയാലും അത് ശരീരത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ വിറ്റമിൻ ഡി അത്യാവശ്യമാണ്. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളുടെ എല്ലിന് പെട്ടെന്ന് തന്നെ കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതായത് കുട്ടികളുടെ ശാരീരിക വളർച്ചയിലും വിറ്റമിൻ ഡിക്ക് ഒരു പ്രധാന പങ്ക് തന്നെ ഉണ്ട്. അടുത്തത്, വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മസിലുകൾക്കുണ്ടാവുന്ന വേദന. ഈ വിറ്റമിൻ ഡി കുറയുന്നത് മൂലം കുട്ടികളുടെ മസിലിന്റെ കരുത്ത് കുറയുകയും ഇതുവഴി അവർക്ക് മസിലിന് വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടുത്തത്, കുട്ടികളിലെ പ്രമേഹം. ഭക്ഷണ രീതികളും വ്യായാമക്കുറവും മാത്രമല്ല കുട്ടികളിലെ പ്രമേഹത്തിന് കാരണം. വിറ്റമിൻ ഡി കുറയുന്നതും കുട്ടികളിലെ പ്രമേഹത്തിന് കാരണമാകാറുണ്ട്. ഇതെല്ലാം അല്ലാതെ തന്നെ വിറ്റമിൻ ഡിയുടെ കുറവ് നാഡീവ്യൂഹ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. വിറ്റമിൻ ഡി കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷിക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിറ്റമിൻ ഡി കുറയുന്നത് മൂലം കുട്ടികളിൽ പെട്ടെന്ന് തന്നെ ഓരോരോ അസുഖങ്ങൾ വരാൻ ഇത് കാരണമാക്കാറുണ്ട്. വിറ്റമിൻ ഡിയുടെ മുഖ്യ ഉറവിട എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ വെളിയിൽ കളിക്കാൻ വിടുന്നതും രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിൽ കൊള്ളിക്കുന്നതും എല്ലാം അവർക്ക് നല്ലതാണ്. ഇതെല്ലാമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന വിറ്റമിൻ ഡിയുടെ കുറവ് നിസാരമാക്കരുത് എന്ന് പറയാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.